കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കുമ്പളയിൽ സ്ഥാപിച്ച ടോൾ ബൂത്തിൽ യൂസർ ഫീ പിരിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. AK അഷ്റഫ് MLAയുടെ നേതൃത്വത്തിലാണ് ദേശീയപാത ഉപരോധിക്കുന്നത്. ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ച ടോൾ പ്ലാസകൾക്കിടയിലെ ദൂരപരിധി 60 കിലോമീറ്ററാണ്. ഇത് ലംഘിച്ചാണ് കുമ്പളയിലെ ടോൾ പ്ലാസ എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. ഷഫീഖ് നസ്രുള്ള വിവരം നൽകാനുണ്ട്. ഷഫീഖ്, എന്താണ് ഈ സമരത്തിന് ആധാരമായിരിക്കുന്നത്? ഈ ടോൾ പ്ലാസകൾ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആണ്, എന്നാൽ അത് ലംഘിക്കുന്നു എന്ന് പറയുന്നു. എവിടെയൊക്കെയാണ് ഇപ്പോൾ ടോൾ പ്ലാസകൾ നിർമ്മിച്ചിട്ടുള്ളത്? ഇവ തമ്മിലുള്ള അകലം എത്രയാണ്? എന്താണ് സമരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? കേരള അതിർത്തി തലപ്പാടി മുതൽ കേരളത്തിലുള്ള പുതിയ ദേശീയപാത 6 വരി തലപ്പാടി കാസർഗോഡ് ഭാഗത്തുള്ള തലപ്പാടി ചെർക്കള റീച്ച് അതിൽ പണി പൂർത്തിയായിട്ടുണ്ട്. ഈ പണി പൂർത്തിയായ സ്ഥലത്ത് യൂസർ ഫീ പിരിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. പക്ഷേ തലപ്പാടിയിൽ കേരള അതിർത്തിയിൽ കേരളത്തിലേക്ക് വരുന്ന സ്ഥലത്ത് ഒരു ടോൾ പ്ലാസ നേരത്തെ തന്നെയുണ്ട്. അവിടെ നിന്ന് 20 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിലാണ് ഇപ്പോൾ കുമ്പളയിൽ മറ്റൊരു ടോൾ പ്ലാസ ദേശീയപാത അതോറിറ്റി സ്ഥാപിച്ചത്. ഇത് താൽക്കാലിക ടോൾ പ്ലാസയാണ് എന്ന് ദേശീയപാത അതോറിറ്റി പറയുന്നുണ്ട്. സ്ഥിരം ടോൾ പ്ലാസ കാനങ്കാട് ഭാഗത്താണ്, പക്ഷെ ആ റീച്ചിലെ പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് പൂർത്തിയായ സ്ഥലത്ത് യൂസർ ഫീ പിരിക്കും എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. പക്ഷെ അവരുടെ തന്നെ നിയമം അനുസരിച്ച് 60 കിലോമീറ്റർ ഇടയിൽ മറ്റൊരു പ്ലാസ നിർമ്മാണം പാടില്ല എന്നുണ്ട്. പക്ഷെ ഇത് താൽക്കാലിക ടോൾ പ്ലാസയാണ്. ആ ഭാഗത്തുള്ള പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റു റീച്ചുകളിൽ പണി പൂർത്തിയാവുന്ന മുറയ്ക്ക് ഇത് മാറ്റും എന്ന് പറയുന്നു. പക്ഷെ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത് ഈ പണി പൂർത്തിയായി എന്നതിന്റെ പേരിൽ മാത്രം ആ ഭാഗത്തുള്ള ആളുകൾ ടോൾ പ്ലാസ ഇവിടെ കടന്നു പോകുമ്പോൾ യൂസർ ഫീ കൊടുക്കണം എന്ന് പറയുന്നത് നീതിയല്ല. അതുകൊണ്ട് ഇവിടെ ടോൾ പ്ലാസ സ്ഥാപിക്കരുത് എന്നാണ് അവരുടെ പ്രധാനമായ ഒരു ആരോപണം. പ്രത്യേകിച്ചും കാസർഗോഡ് ഭാഗത്തുള്ളവർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് സമീപിക്കുന്ന സ്ഥലം മംഗളൂരുവാണ്. മംഗളൂരിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് നിന്ന് ഒരാൾ മംഗളൂരുവിലേക്ക് പോകുമ്പോൾ ഈ 50 കിലോമീറ്ററിന് ഇടയിൽ തന്നെ 2 ടോൾ പ്ലാസ കടന്നു പോകേണ്ടി വരും. അപ്പോൾ കുമ്പളയിൽ ഇപ്പോൾ സ്ഥാപിക്കുന്ന പുതിയ ടോൾ പ്ലാസയിൽ ടോൾ കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ തലപ്പാടിയിൽ നേരത്തെയുള്ള ടോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ നിശ്ചിത പരിധിക്കുള്ളിൽ തന്നെ സാധാരണ കാസർഗോഡുള്ള ആളുകൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും ജോലിക്കും പഠനത്തിനുമൊക്കെ പോകുന്ന ഈ മംഗളൂരിലേക്ക് പോകുമ്പോൾ കൂടുതൽ യൂസർ ഫീ കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് പ്രധാനമായും പ്രതിഷേധത്തിന് കാരണം. ഈ കോടതിയിൽ സാധാരണ ഒരു ജില്ലയിൽ ഒരു ടോൾ പ്ലാസ എന്ന നിലയ്ക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് വരേണ്ടതും. അപ്പോഴേ 60 കിലോമീറ്റർ എന്നുള്ള ദൂരപരിധി പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന കുമ്പളയിലല്ലാത്ത രണ്ടാമത്തെ ടോൾ പ്ലാസ കേരള അതിർത്തിയിൽ തന്നെയാണോ അതോ കർണാടകയിലാണോ? കേരളത്തിൽ പുതിയ നമ്മുടെ ദേശീയപാത, ആ ദേശീയപാത അതോറിറ്റി സ്ഥാപിക്കുന്ന യഥാർത്ഥത്തിൽ സ്ഥാപിക്കേണ്ടുന്ന ടോൾ കാനങ്കാടിനോട് ചേർന്നാണ് ഈ കുമ്പള ടോൾ പ്ലാസയും കഴിഞ്ഞ് തലപ്പാടിയിൽ നിന്ന് 60 കിലോമീറ്റർ കഴിഞ്ഞ ഉടൻ ലഭിക്കുന്ന കാനങ്കാടിനോട് ചേർന്ന ആ ഭാഗത്താണ്, ചാലിങ്കാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് അത് സ്ഥാപിക്കുന്നത്. പക്ഷെ ആ റീച്ചിലെ പണി മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാവുന്നത് കൊണ്ട് ഇപ്പോൾ ഊരാളുങ്കലാണ് ഈ ആദ്യ റീച്ച് തലപ്പാടി മുതൽ ചെർക്കള വരെയുള്ള റീച്ച് പണി ഏറ്റെടുത്തിരുന്നത്. അവരുടെ പണി പൂർത്തിയായിട്ടുണ്ട്. അവിടെ 100% പണി പൂർത്തിയായി. ആ പൂർത്തിയായ സ്ഥലത്ത് യൂസർ ഫീ പിരിക്കണം എന്നതാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. ശരിക്കും കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ വരേണ്ടത് ഈ കാഞ്ഞങ്ങാട് ഭാഗത്താണ്. അവിടെ തന്നെ സ്ഥാപിക്കും. അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ പണി പൂർത്തിയായില്ല എന്ന കാരണം പറഞ്ഞാണ് ഇപ്പോൾ താൽക്കാലികമായി കുമ്പളയിൽ ടോൾ പ്ലാസ സ്ഥാപിക്കുകയും ആ സ്ഥാപിച്ച ടോൾ പ്ലാസ എന്ന് മുതലാണ് ഈ ടോൾ പിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? എന്താണ് ടോള് എന്നു മുതലാണ് പിരിച്ചു തുടങ്ങുക? ഇന്ന് മുതൽ ടോൾ പിരിക്കും എന്നാണ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ എം എൽ എ ഇന്നലെ തന്നെ പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ ആദ്യം ഇന്ന് രാവിലെ MLAയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ഈ ടോൾ പിരിവിനെതിരെ ശക്തമായ സമരത്തിന് ഇറങ്ങും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് MLAയുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ മുഴുവനും സമരത്തിനെത്തിയിരിക്കുന്നത്. വലിയ ഒരു പോലീസ് സന്നാഹം അവിടെ എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം തന്നെയാണ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയും ഈ ടോൾ പിരിക്കും എന്ന ഒരു നിബന്ധനയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് MLAയുടെ നേതൃത്വത്തിലുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ സംഘം, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ സംഘം ജില്ലാ കളക്ടറെ പോയി കണ്ടിരുന്നു. ജില്ലാ കളക്ടർ ഭാരവാഹികളെയും MLAയും പുറത്തിറക്കി വിട്ടു എന്നൊരു ആക്ഷേപം ഉന്നയിച്ച് MLA ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. അങ്ങനെ കലക്ടറോടക്കമുള്ള ആളുകളോട് നേരത്തെ തന്നെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അതിൽ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവാത്തതിൽ തുടർന്നാണ് AK അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അവിടെ BJPയുടെ മാത്രമാണ് ഈ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിക്കുകയാണ് കുമ്പളയിൽ. കാരണം 60 കിലോമീറ്റർ ദൂരപരിധി പാലിക്കാതെ വീണ്ടും ടോൾ പ്ലാസകൾ കൊണ്ടുവരുന്നു. അങ്ങനെ ആളുകളെ, യാത്രക്കാരെ പിഴിയുന്നു എന്നുള്ള ആക്ഷേപമാണ് MLA അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്.